ടാബ് ഈ വീഡിയോയിൽ ഇവിടെ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 കേരള സിലബസ് ക്ലാസ് 9 ഫോഴ്സസ് ആൻഡ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഡെഫിനിഷൻ ഓഫ് ബൊയാൻസി ചെയ്തു, ദെൻ ബൊയാൻസി എങ്ങനെ മെഷർ ചെയ്യാന്ന് പഠിച്ചു, ദെൻ ബൊയാൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി പാർട്ട് 2 അതിന്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. ഈ പ്രിൻസിപ്പിള്, ഈ ലോ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് നോക്കാം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളില് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത് നോക്കാം. When an object is immersed partially or completely in a fluid, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. Okay, now I am writing it. Archimedes principle. When an object immersed partially or completely in a fluid, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഫ്ലൂയിഡില് പാർഷ്യലി ആയോ കംപ്ലീറ്റ് ആയോ ഇമേഴ്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ബൊയാൻസി എക്സ്പീരിയൻസ് ചെയ്യും. ബൊയാൻസി എന്ന് പറയുന്നത് ഒരു അപ്വേർഡ് ഫോഴ്സ്. ഈ അപ്വേർഡ് ഫോഴ്സ് ഈ ഫ്ലൂയിഡില് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആരാണ് ചെയ്യുന്നത്? ഫ്ലൂയിഡ് ബോഡിയിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ബൊയാൻസി. അപ്പൊ ഈ ബൊയാൻസിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ബൊയാൻസിക്ക് ഈക്വൽ ആണ് എന്ത്? വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. അതായത് എത്രമാത്രം ഫ്ലൂയിഡ് ആ കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്നുണ്ടോ അത്രയും ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ബൊയാൻസി. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. When an object immersed partially or completely in a fluid, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. Archimedes' principle was done by Archimedes. He was born in 287 BC in Italy. Next is about calculation of buoyancy. Before that, we have to find an equation for buoyancy. Buoyancy equals loss of weight that equals weight of the object in air minus weight of the object in water. Okay, this is the equation for, or this is the expression for to find the buoyancy. Okay, buoyancy equals loss of weight. Here given buoyancy equals loss of weight. Loss of weight കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിക്വിഡിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി ഇമേഴ്സ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ്
ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ലോസ് ഓഫ് വെയിറ്റ്. ലോസ് ഓഫ് വെയിറ്റ്, വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ബൊയാൻസി കാണാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ എയർ, ആ ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിന്റെ വെയിറ്റ് സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്തിട്ട് എയറില് വാട്ടറിൽ ഡിപ്പ് ചെയ്യുന്നതിന് മുമ്പ്, ഇമേഴ്സ് ചെയ്തതിന് മുമ്പ് എയറിലുള്ള വെയിറ്റ് മെഷർ ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്ട് ഇൻ വാട്ടർ, വാട്ടറിൽ ഡിപ്പ് ചെയ്തുകൊണ്ട് ഇമേഴ്സ് ചെയ്തുകൊണ്ട് അതിന്റെ അവിടുന്ന് വാട്ടറിൽ ഇമേഴ്സ് ചെയ്തുകൊണ്ട് തന്നെ സ്പ്രിംഗ് ബാലൻസിൽ എത്രയാണ് വെയിറ്റ് എന്ന് മെഷർ ചെയ്യുക. അതിൽ നിന്ന് എയറിലുള്ള വെയിറ്റിനെ വാട്ടറിലുള്ള വെയിറ്റ് കൊണ്ട് ഡിഫറൻസ് ചെയ്യുകയാണെങ്കിൽ, subtract ചെയ്യുകയാണെങ്കിൽ we will get the buoyancy. Buoyancy equals weight of the object in air minus weight of the object in water. Next we have to do some problems related with buoyancy. We have to calculate buoyancy. Now I am writing one problem here on board. The weight of a body in air is 240 Newton and weight in water is 190 Newton. Find the buoyancy in water. Okay, this is the question. The weight of a body in air is 240 Newton and weight in water is 190 Newton. Find the buoyancy in water. So we have to calculate buoyancy. So two variables given here. They are weight of a body in air is 240 Newton given. Another one variable is weight in water is 190 Newton. അപ്പോൾ വെയിറ്റ് ഇൻ വാട്ടറും തന്നിട്ടുണ്ട്, വെയിറ്റ് ഇൻ എയറും തന്നിട്ടുണ്ട്. അപ്പോൾ 240 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ, ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? SI യൂണിറ്റ്. എന്തിന്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റും വെയിറ്റിന്റെ യൂണിറ്റും സെയിം ആണ്. SI യൂണിറ്റ് ഓഫ് force equals SI unit of weight ആണ്. That is equals Newton. And the reason SI unit of force ഉം SI unit of weight ഉം സെയിം ആണ്, ന്യൂട്ടൺ ആണ് വരുന്നത്. കാരണം വെയിറ്റ് എന്ന് പറയുന്നതും ഒരു ഫോഴ്സ് ആണ്, ഒരു ടൈപ്പ് ഫോഴ്സ് ആണ് വെയിറ്റ്. ഡൗൺവേർഡ് വരുന്ന ഒരു ഫോഴ്സ് ആണ് വെയിറ്റ്. സോ SI unit of weight is Newton. Okay. ഇനി പ്രോബ്ലത്തിലേക്ക്, അതായത് രണ്ട് വേരിയബിൾസ് തന്നിട്ടുണ്ട്, ബൊയാൻസി ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബൊയാൻസി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താ ഇക്വേഷൻ? ബൊയാൻസി ഈക്വൽസ് ലോസ് ഓഫ് വെയിറ്റ് ഓർ another equation also there. Buoyancy equals weight of the object in air minus weight of the object in water. Okay, appo weight of a body in air തന്നിട്ടുണ്ട്, weight of object in air. നമുക്ക് ഇവിടെ വെയിറ്റിന് W എന്നും ഡിനോട്ട് ചെയ്യാൻ WA എന്ന് എടുക്കാം. എയർ എന്നുള്ളതിന് A യും സ്മോൾ ലെറ്റർ A യും വെയിറ്റിന് W എടുക്കുവാണ്. വെയിറ്റ് WA ഈക്വൽസ് 240 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വെയിറ്റ് ഇൻ വാട്ടർ എത്രയാണ് തന്നിരിക്കുന്നത്? വെയിറ്റ് ഇൻ വാട്ടർ, വാട്ടറിന്റെ W ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, സ്മോൾ ലെറ്റർ W. വെയിറ്റ് ഇൻ വാട്ടർ ഈക്വൽസ് 190 ന്യൂട്ടൺ. ഓക്കെ, ഇനി
നമ്മൾ ഇക്വേഷൻ എഴുതണം. ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ തന്ന വേരിയബിൾസ് എഴുതുക, ഗിവൺ എന്നിട്ട് തന്ന വേരിയബിൾസ് എഴുതുക, തന്ന വാല്യൂസ് ഒക്കെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഏത് ഇക്വേഷൻ ആണോ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഏത് ഇക്വേഷനിലേക്കാണോ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ആ ഇക്വേഷൻ ഇവിടെ എഴുതാം. ഓക്കെ, സോ വേരിയബിൾസ് ഇവിടെ ഗിവൺ ഒക്കെ എഴുതി. ഗിവൺ WA എന്ന് വെച്ചാൽ വെയിറ്റ് ഇൻ എയർ 240 ന്യൂട്ടൺ, വെയിറ്റ് ഇൻ വാട്ടർ 190 ന്യൂട്ടൺ. അങ്ങനെ ബൊയാൻസിന്റെ ഇക്വേഷൻ എഴുതാണ്. ബൊയാൻസി ഈക്വൽസ്, ബൊയാൻസി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ബൊയാൻസി ഈക്വൽസ് വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ബൊയാൻസി ഈക്വൽസ് വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. ഈ ഇക്വേഷനിലേക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെയിറ്റ് ഇൻ എയർ എത്രയാണ്? 240 ന്യൂട്ടൺ മൈനസ് 190 ന്യൂട്ടൺ ആണ്. 240 ന്യൂട്ടൺ 240 190 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? ഓക്കെ, 50 ആണ് ആൻസർ കിട്ടുന്നത്. 50. ഇപ്പൊ 50 ബൊയാൻസിയുടെ യൂണിറ്റ് എന്താണ്? സെയിം യൂണിറ്റ് ആണ് വരുന്നത്. എന്താണ്? ന്യൂട്ടൺ തന്നെയാണ് വരിക. ഓക്കെ, 50 ന്യൂട്ടൺ. അപ്പൊ ബൊയാൻസി ഈക്വൽസ് 50 Newton. Okay, now I am giving another question. This answer is buoyancy equal to 50 Newton. Okay, now we can do another problem. The weight of a body in water is 100 Newton. The water exerted a buoyancy of 20 Newton. Calculate the weight of the body in air. Okay, so here given weight of the body in water is 100 Newton given. അപ്പൊ given എന്തൊക്കെയാ തന്നേക്കുന്നത്? W weight of the body in water is 100 Newton. ബൊയാൻസി എത്രയാണ് തന്നിരിക്കുന്നത്? ബൊയാൻസി 20 ന്യൂട്ടൺ ആണ് തന്നിരിക്കുന്നത്. നമ്മൾക്ക് അറിയുന്ന ഇക്വേഷൻ ഏതാ? ബൊയാൻസിയുടെ ഇക്വേഷൻ ഏതാ? ഫസ്റ്റ് ബൊയാൻസി ഈക്വൽസ് WA minus WW. That is buoyancy equals weight of the body in air, airലുള്ള weight minus weight of the body in water. എന്തൊക്കെയാണ് തന്നേക്കുന്നതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നെക്സ്റ്റ് വരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ബൊയാൻസി 20 ന്യൂട്ടൺ ആണ് തന്നേക്കുന്നത്. യൂണിറ്റ് എഴുതണ്ട സബ്സ്റ്റിറ്റ്യൂഷനിൽ. ഓക്കെ, 20 ഈക്വൽസ് WA എന്താണ്? വെയിറ്റ് ഇൻ എയർ ആണ്. അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വെയിറ്റ് ഇൻ എയർ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വെയിറ്റ് ഇൻ എയർ ആണ്. അപ്പൊ വെയിറ്റ് ഇൻ എയർ തന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അൺനോൺ ആണ്. ഇത് അൺനോൺ ആണ്. ഓക്കെ, അൺനോൺ വേരിയബിൾ ആണ് ഇത്, വെയിറ്റ് ഇൻ എയർ. ഇനി WW ദാറ്റ് ഈസ് വെയിറ്റ് ഇൻ വാട്ടർ തന്നിട്ടുണ്ട്, 100 ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ റൈറ്റ് സൈഡിലുള്ള ഭാഗം സൈഡ് ചേഞ്ച് ചെയ്യാം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ചേഞ്ച് ചെയ്യാം. WA minus 100 20 ഇന്റർചേഞ്ച് ചെയ്യാം. സൈഡ്സ് മാറ്റി എഴുതുക. ലെഫ്റ്റും റൈറ്റും ചേഞ്ച് ചെയ്ത് എഴുതുക. Then
WA equals ഈ നെഗറ്റീവ് ടേം നെക്സ്റ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കുക. ദെൻ 20 ഓൾറെഡി റൈറ്റ് സൈഡിലുണ്ട്. ഈ 100 കൂടി റൈറ്റിലേക്ക് വരികയാണ്. നോക്കണം, ഇവിടെ നെഗറ്റീവ് സൈൻ ആണ്, 100 നെഗറ്റീവ് ആണ്. ഇനി നെക്സ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താവും? +100 ആവും, +100. സോ 120 ആണ്. സോ വെയിറ്റ് ഓഫ് the body in air is 120 Newton. This is the answer. Next is about flotation. Flotation le oru beaker le water എടുത്തേക്കാണ്, ലിക്വിഡ് എടുത്തേക്കാണ്. ഈ ലിക്വിഡിലേക്ക് ഒരു ഒബ്ജക്റ്റ് ഇമേഴ്സ് ചെയ്യാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് കാണാം. ഈ പിക്ചറിൽ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. അതായത് ഇത് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റീസൺ ഉണ്ട്. എന്താണ് റീസൺ? ഈ ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ഇസ് ലെസ് ദാൻ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. ഇത് ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഒബ്ജക്ട് ഇസ് ലെസ് ദാൻ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ആയിരിക്കണം. അതായത് ഈ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റിയെക്കാളും കുറവായിരിക്കും ഏതിന്റെ ഡെൻസിറ്റി ഓഫ് ദി ഒബ്ജക്ട്. ഇനി വേറൊരു കേസും കൂടി ഉണ്ട്. ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് സിങ്ക് ചെയ്യുകയാണെങ്കിൽ, ഇമേഴ്സ് ചെയ്ത ഒബ്ജക്റ്റ് സിങ്ക് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. ഇമേഴ്സ് ചെയ്തതിനു ശേഷം അത് സിങ്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മീനിങ്, അതിന്റെ റീസൺ, സിങ്ക് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി ഒബ്ജക്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ്. ഇതിന്റെ ഡെൻസിറ്റി, ഈ ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി ഏതിനേക്കാളും കൂടുതലായിരിക്കണം? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണെങ്കിൽ ഇത് സിങ്ക് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മള് ഒരു വെസലില് വാട്ടറും കെരോസിനും എടുക്കുകയാണെന്ന് വെക്കുക. ഒബ്ജക്റ്റിന് പകരം ഇവിടെ രണ്ട് ഒബ്ജക്ട് എന്തൊക്കെയാണ് എടുക്കുന്നത്? വാട്ടറും കെരോസിനും ആണെന്ന് വെക്കുക. വെസൽ എടുത്തേക്കുന്നത് ഒരേ വെസലില്, സെയിം വെസലില് കെരോസിനും വാട്ടറും. അങ്ങനെയാണെങ്കിൽ കെരോസിൻ മുകളിൽ പൊങ്ങി നിൽക്കും. കെരോസിൻ വാട്ടറും കെരോസിനാണ് വെസൽ എടുത്തതെങ്കിൽ കെരോസിൻ മുകളില് ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് കാണാം. കെരോസിൻ മുകളില് ടോപ്പില് കെരോസിൻ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് കാണാം. എന്താ അതിന്റെ അർത്ഥം? അതായത് ഡെൻസിറ്റി ഓഫ് കെരോസിൻ ഇസ് ലെസ് ദാൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. ഡെൻസിറ്റി ഓഫ് കെരോസിൻ ഇസ് ലെസ് ദാൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതായത് വാട്ടറിന്റെ ഡെൻസിറ്റിയെക്കാളും കുറവാണ് ആരുടെ ഡെൻസിറ്റി? കെരോസിന്റെ ഡെൻസിറ്റി. അതുകൊണ്ടാണ് അത് ഫ്ലോട്ട് ചെയ്യുന്നത്. ഇനി നമ്മള് കുറച്ച് ലിക്വിഡ്സിനെ പരിചയപ്പെടുകയാണ്. അതിനെ ഓരോ ലിക്വിഡ്സിനെയും വാട്ടറിന്റെ ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാണ്. Density greater than that of the water. അതായത് വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടിയ ലിക്വിഡ്സ്. then density lower than that of water. വാട്ടറിന്റെ ഡെൻസിറ്റിയെക്കാളും ലോവർ ആയിട്ടുള്ള ലിക്വിഡ്സും. ഇതില് ഫസ്റ്റ് വരുന്നത് ഹണി. ഗ്രേറ്റർ ആയിട്ട് ഡെൻസിറ്റി ഗ്രേറ്റർ ആയിട്ട് വരുന്നത് ഹണി. വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഹണി, ഗ്ലിസറിൻ, then saline water. Saline water means salt water. Saline water. These are some examples for density greater than that of water. Next is density lower than that of water. ഏതൊക്കെ ലിക്വിഡ്സ് ആണെന്ന് നോക്കാം. കെരോസിൻ, കോക്കനട്ട് ഓയിൽ, പെട്രോൾ, spirit. These are the some examples for density lower than that of the water. വാട്ടറിന്റെ ഡെൻസിറ്റിയെക്കാളും
ലോവർ ആയിട്ടുള്ള ഡെൻസിറ്റി വരുന്ന ലിക്വിഡ്സ് ആണ് കെറോസിൻ, കോക്കനട്ട് ഓയിൽ, പെട്രോൾ, സ്പിരിറ്റ്. അതുപോലെ ഡെൻസിറ്റി കൂടിയിരിക്കുന്ന ഗ്രേറ്റർ ആയിട്ടുള്ള വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടിയ ലിക്വിഡ്സ് ആണ് ഹണി, ഗ്ലിസറിൻ, സെലൈൻ വാട്ടർ അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ. ഈ വീഡിയോയില് നമ്മള് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിച്ചുവല്ലോ. അതേപോലെ തന്നെ വേറൊരു പ്രിൻസിപ്പിളും കൂടിയുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. Principle of flotation. Principle of flotation. Weight of a floating body is equal to the weight of the fluid displaced by it. When a body is fully immersed in a fluid, the volume of the displaced fluid will be equal to the volume of the body. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്യുന്ന ബോഡിയുടെ വെയിറ്റും കണ്ടെയ്നറിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ഫ്ലൂയിഡിന്റെ വെയിറ്റും ഈക്വൽ ആണ്. അതുപോലെ ഒരു ബോഡി ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്തപ്പോൾ അവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ഫ്ലൂയിഡിന്റെ വോളിയവും ബോഡിയുടെ വോളിയവും ഈക്വൽ ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്? അതായത് നമ്മൾ ഡെൻസിറ്റി ഒക്കെ പറഞ്ഞു, ഡെൻസിറ്റി ഓഫ് വാട്ടർ പറഞ്ഞു, ഡെൻസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ഒക്കെ പറഞ്ഞു. ഇനി ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഒബ്ജക്റ്റിനെ ഡെൻസിറ്റി ഓഫ് വാട്ടർ കൊണ്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റേഷ്യോ ഒക്കെ പറയുന്നതാണ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the ratio of the density of substance to the density of water. അതായത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇതൊരു റേഷ്യോ ആണ്. എങ്ങനെ റേഷ്യോ ആണ്? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസിനെ ഡെൻസിറ്റി ഓഫ് വാട്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ്, റേഷ്യോ ആണ് റിലേറ്റീവ് ഡെൻസിറ്റി. അതായത് ഡെൻസിറ്റി ഓഫ് വാട്ടറിനെ കൊണ്ട് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസിനെ കമ്പയർ ചെയ്യാം. ഡെൻസിറ്റി ഓഫ് വാട്ടറിനെ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. So we can write an equation for relative density like this. See, relative density equals density of substance divided by density of water. Relative density equals density of substance divided by density of water. So it is a ratio. Since it is a ratio, so no unit for relative density. Relative density ക്ക് ഒരു യൂണിറ്റ് ഇല്ല. കാരണം ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ആണ് വരുന്നത്. സോ ക്യാൻസൽ. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? Density is mass by volume. Mass by volume. So, what is the SI unit of density, children? Yes, kilogram per meter cubed ആണ്. Kilogram per meter cubed ആണ് ഏതിന്റെ SI യൂണിറ്റ്? ഡെൻസിറ്റിയുടെ യൂണിറ്റ്. അപ്പൊ ഇവിടെയും ഡെൻസിറ്റി ഡിവൈഡ് ചെയ്യുന്നതും ഡെൻസിറ്റി, ന്യൂമറേറ്ററും ഡെൻസിറ്റി, ഡിനോമിനേറ്ററും ഡെൻസിറ്റി. അപ്പൊ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് രണ്ടും ക്യാൻസൽ ആവും. ഒരു നമ്പർ ആണ് റിസൾട്ട് ആയിട്ട് കിട്ടുക. സോ ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ഫോർ റിലേറ്റീവ് ഡെൻസിറ്റി. അടുത്തതായിട്ട് രണ്ട് ഡിവൈസസ് ആണ്, അതായത് ഹൈഡ്രോമീറ്റർ ആൻഡ് ലാക്ടോമീറ്റർ. ദീസ് ടു ഡിവൈസസ്, both devices working on the basis of principle of flotation. Principle of flotation ന്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഡിവൈസസ് ആണ് ഹൈഡ്രോമീറ്റർ ആൻഡ് ലാക്ടോമീറ്റർ. ഇനി എന്താണ് ഹൈഡ്രോമീറ്റർ, എന്താണ് ലാക്ടോമീറ്റർ?
ഈ ഡിവൈസ്, ഈ ഇൻസ്ട്രുമെന്റ്, ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ്, ഇൻസ്ട്രുമെന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടു മെഷർ ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ഹൈഡ്രോമീറ്റർ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹൈഡ്രോമീറ്റർ. ഇനി ലാക്ടോമീറ്റർ എന്തിന് യൂസ് ചെയ്യുന്നതാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഓർ ചെക്ക് ദ പ്യൂരിറ്റി ഓഫ് മിൽക്ക്. മിൽക്കിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ലാക്ടോമീറ്റർ. ഡെഫിനേഷൻ ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റിയും അതിന്റെ ഇക്വേഷൻസും യൂണിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് റിലേറ്റീവ് ഡെൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. Calculate the relative density of honey. Calculate the relative density of honey. ബ്രാക്കറ്റില് തന്നേക്കുന്നത് density of water 1000 kilogram per meter cube and density of honey equals 1420 kilogram per meter cube. ഇതൊക്കെയാണ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേരിയബിൾസ്. അപ്പൊ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഹണി ആണ്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് വേരിയബിൾസ്, ഹിൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ ഹിൻസ് തന്നെ? ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്ഡ് ആണ്. അത് ഓൾറെഡി നമ്മള് ബൈ ഹാർട്ടഡ് ആയിരിക്കണം. ഇത് ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്ഡ് ആണ്. അതുപോലെ ഡെൻസിറ്റി ഓഫ് ഹണി 1420 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് കോളായിട്ട് തന്നിട്ടുണ്ട്, കോളത്തിൽ തന്നിട്ടുണ്ട്. ദ വാല്യൂ ഡെൻസിറ്റി ഓഫ് ഹണി ഒക്കെ തന്നിട്ടുണ്ട്. 1420 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്ഡ്. ഓക്കെ, ഈ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്ഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി ഇസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. എന്താണ് ഇക്വേഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ്. ഇവിടെ സബ്സ്റ്റൻസ് എന്താണ്? ഹണിയാണ്. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഹണി ഈക്വൽസ് ഡെൻസിറ്റി ഓഫ് ഹണി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, ആദ്യ ഇക്വേഷൻ എഴുതാം. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഹണി equals density of honey divided by density of water. Okay, this is the equation. ഇതാണ് equation. Relative density of honey. ഹണിയുടെ റിലേറ്റീവ് ഡെൻസിറ്റി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഹണി ഈക്വൽസ് ഡെൻസിറ്റി ഓഫ് ഹണി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പൊ ഇതൊക്കെ ഈ വാല്യൂസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. വാല്യൂസ് ഒക്കെ തന്നതാണ്, വേരിയബിൾസ് ഒക്കെ തന്നതാണ്. അപ്പൊ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽസ് എത്രയാണ്? ഡെൻസിറ്റി ഓഫ് ഹണി 1420 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്ഡ് ആണ്. യൂണിറ്റ് എഴുതേണ്ട, സബ്സ്റ്റിറ്റ്യൂഷനിൽ എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 1000 ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്ഡ് ആണ്. ഇനി ഇത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും? ഇവിടെ 1000ൽ എത്ര സീറോസ് ഉണ്ട്? 1 2 3 സീറോസ് ആണ്. അപ്പൊ 3 സീറോസ് ആകുമ്പോ മുകളിലുള്ള ന്യൂമറേറ്ററിന്റെ 3 ഡിജിറ്റ്സ് എണ്ണ 1 2 3 കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് ഡെസിമല് ഇട്ട് കൊടുക്കുക. അപ്പൊ ആൻസർ കിട്ടുന്നത് 1.420 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് 0, ഇവിടെ ലാസ്റ്റ് 0ക്ക് വാല്യൂ ഇല്ല. അപ്പൊ 1.42. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല.
ഇതിനൊരു യൂണിറ്റില്ല, റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റില്ല. സോ 1.42 എന്നാണ് ആൻസർ. ഇതിന്റെ ആൻസർ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഹണി എത്രയാണ്? 1.42 ആണ്. Now I am winding up in this video. I hope all are understood. So subscribe, like, comment and share.